ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2333. ഇന്ന് മെയ് മാസം 21-ാം തീയതി, 141-ാമത്തെ ദിവസത്തിൽ വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിന്റെ 4-ൽ യേശുവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. വഴിയിലാരെയും അഭിവാദ്യം ചെയ്യരുതെന്ന്. ഇപ്പോൾ എല്ലാവരും ഒത്തിരി മിണ്ടുന്നുണ്ട്, എന്നാലോ ഒന്നും ഹൃദയത്തിൽ നിന്ന് കൈമാറുന്നില്ല, ഹൃദയത്തിൽ നിന്നൊന്നും പറയുന്നുമില്ല. പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ സ്നേഹമില്ലാത്തവരുടെ ഈ മിണ്ടലുകൾ ചുറ്റിനും മുഴങ്ങുന്നുണ്ട്. ചെമ്പുപോലെ ഉള്ളുപൊള്ളയായ ചില പാത്രങ്ങൾ കലമ്പുന്നത് പോലെ. ഉള്ളു തീർത്തും പൊള്ളയാവുമ്പോഴാണ് ചെമ്പ് ചിലമ്പെന്ന് ഓർക്കണം. കുറെയൊക്കെ ബോധപൂർവം നിശബ്ദതയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ക്ഷണമാണ് ക്രിസ്തുയേശു പലപ്പോഴും നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്നത്. നിശബ്ദതയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തുമാത്രം ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഞാനും. സെൽഫോൺ എന്ന ചെറിയ ഉപകരണം പൊതുവെ നിശബ്ദമെന്ന് വിചാരിച്ച നമ്മുടെ മുഴുവൻ ഇടങ്ങളെയും, നമ്മുടെ മുഴുവൻ സ്വകാര്യ ഇടങ്ങളെയും, യാമങ്ങളെയും എന്തുമാത്രം ശബ്ദമുഖരിതമാക്കിയിട്ടുണ്ട്. ഒരു ഓന്തിനെ 3 ദിവസം 4 മൊബൈൽ ഫോണുകളോടൊപ്പം വിട്ടാൽ ഓന്തിന്റെ നിറം പതിയെ വെളുപ്പായി മാറുകയും പിന്നീട് അതിന് നിറം മാറ്റാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുമെന്നൊക്കെയുള്ള ഒരു വായന ഓർത്തുപോവുകയാണ്. കാമ്പില്ലാത്ത, കഴമ്പില്ലാത്ത, ഉള്ളിലൊന്നുമില്ലാത്ത ഏതാണ്ട് നമ്മുടെ മിക്കവാറും വർത്തമാനങ്ങൾ, മിണ്ടലുകൾ ഒരാളുടെ ആന്തരിക ജീവിതത്തിന് ഏൽപ്പിക്കുന്ന പരിക്കുകളും കാണാതെ പോകരുത്. യേശു തന്റെ സ്നേഹിതരെ, അത് ശിഷ്യന്മാരെ സ്നേഹിതരെന്ന് ഏതാണ്ട് അവസാന കാലത്ത് യേശു വിളിച്ചു തുടങ്ങിയിരുന്നു. തന്റെ സ്നേഹിതരെ ഭൂമിയുടെ 4 അതിരുകളിലേക്കും ദൂതുമായി അയച്ചപ്പോൾ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം ഇതായിരുന്നു: വഴിയിലാരെയും അഭിവാദ്യം ചെയ്യേണ്ട. ഗാഢമായ, നിഗൂഢമായ, ആഴമേറിയ ഒരു മൗനം പാലിക്കണം. ആ മൗനത്തിന് ശേഷം വരുന്നതാണ് സുവിശേഷത്തിന്റെ വാക്ക്. വഴികളിൽ മൗനം സൂക്ഷിക്കാത്തവർ എന്ത് സുവിശേഷമാണ് പറയാൻ പോകുന്നത്? എല്ലായിടങ്ങളിലും നമുക്ക് മിണ്ടാൻ അറിയാവുന്നതുപോലെ എല്ലായിടങ്ങളിലും ഒന്ന് മിണ്ടാതിരിക്കാനും നമ്മൾ പഠിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന്റെയും പ്രാർത്ഥനയുടെയും ഈ നാളുകൾ നമുക്കും ആത്മാവിനോട് പ്രാർത്ഥിക്കാം. കുറെയൊക്കെ മൗനം പാലിക്കാനുള്ള ശേഷിയും കൃപയും തരണമെന്ന്. ആമേൻ.